ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ഓഫർ ഓഹരി. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി, അതുപോലെ മൂന്നാല് സ്റ്റോക്സുകളുടെ ടെക്നിക്കൽ ലെവൽസ് ആണ് നാളത്തെ ട്രേഡിങ്ങിന് വേണ്ടിയുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് നിഫ്റ്റിയുടെ ലെവൽസ് നോക്കാം. അപ്പോൾ നമ്മൾ നിഫ്റ്റിയുടെ ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽസ് നമ്മൾ ചാർട്ടിൽ നിന്ന് മാർക്ക് ചെയ്യാം. 22,211, 22,203, അതുപോലെ തന്നെ 22,148, 22,134, പിന്നെ 22,099, 22,093. ഓക്കെ. അപ്പോൾ നാളെ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ, അതായത് 22,148 ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോവുകയാണെങ്കിൽ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ വരെ പോകാൻ ചാൻസ് കൂടുതലാണ്. അതായത് 22,203 ലെവൽ വരെ. അതല്ല, മാർക്കറ്റ് ഈ ഒരു ലെവൽസ്, അതായത് 22,134 താഴേക്കാണ് ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഈ ലെവലിൽ നിന്ന് റീടെസ്റ്റ് ചെയ്ത് ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ലെവൽ വരെ വരാനും ചാൻസ് ഉണ്ട്, 22,099. അപ്പോൾ ഈ ലെവൽസ് ഒക്കെ ഒന്ന് ചാർട്ടിൽ മാർക്ക് ചെയ്ത് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി അടുത്ത് നമ്മൾ നോക്കാൻ പോകുന്നത് ബാങ്ക് നിഫ്റ്റി ലെവൽസ് ആണ്. അപ്പോൾ ബാങ്ക് നിഫ്റ്റി നമ്മൾ കഴിഞ്ഞ ദിവസം മാർക്ക് ചെയ്ത അതേ ലെവൽസ് തന്നെ ഫോളോ ചെയ്യാം. അതായത് ഈ ഹൈകൾ തമ്മിൽ കണക്ട് ചെയ്ത് നമുക്കൊരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ ഈ ലോ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈനും മാർക്ക് ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ ഈ ലെവൽസ് റെസ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. കണ്ടോ, എക്സാക്റ്റ് ആ ലെവലിൽ ടച്ച് ചെയ്ത് താഴേക്ക് വരാണ് ചെയ്തത്. വീണ്ടും ആ ഒരു ലെവലിൽ ടച്ച് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നാളെ ഈ ലെവലൊന്ന് ബ്രേക്ക് ഔട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ വീണ്ടും റീടെസ്റ്റ് ചെയ്ത് മുകളിലേക്ക് പോകണ്ടോ നോക്കാം. അങ്ങനെ മുകളിലേക്ക് പോവുകയാണെങ്കിൽ അപ്പ് സൈഡിന് ചാൻസ് കൂടുതലാണ്. അതല്ല എങ്കിൽ ഈ ഒരു ലെവലിൽ ടച്ച് ചെയ്ത് മാർക്കറ്റ് ഈ ഒരു ലെവൽ വരെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇനി നമ്മൾ നാളത്തേക്ക് വേണ്ടി 4 സ്റ്റോക്സുകളാണ് സെലക്ട് ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ സ്റ്റോക്സ് എന്ന് പറയുന്നത് ജിയോഫിൻ ആണ്. അപ്പോൾ നമുക്ക് ജിയോഫിൻ്റെ ലെവൽസ് നോക്കാം. അപ്പോൾ ജിയോഫിൻ നമുക്ക് ഇവിടെ ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാവുന്നതാണ്. ഈ ഹൈ കമ്മിൽ കണക്ട് ചെയ്ത ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഓക്കെ, അതുപോലെ തന്നെ ഇവിടെയും ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. ഈ ലോ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അപ്പോൾ അടുത്ത ദിവസം ജിയോഫിൻ ഈ ഒരു ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തിട്ട് റീടെസ്റ്റ് ചെയ്ത് തിരിച്ച് കയറുന്നുണ്ടോ നോക്കാം. അങ്ങനെ തിരിച്ച് കയറുകയാണെങ്കിൽ നല്ല രീതിയിൽ അപ്സൈഡ് പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല, ഈ ഒരു താഴത്തെ ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ഔട്ട് ചെയ്ത് വീണ്ടും ഈ ലെവലിൽ റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് വരാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ലെവൽസ് മാർക്ക് ചെയ്തൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. ഇതിനടുത്ത് LIC ആണ്. അപ്പോൾ LIC നമുക്ക് ഈ ഒരു ഹൈ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലോ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് തിരിച്ച് കയറുകയാണെങ്കിൽ ഈ ഒരു ലെവൽ വരെ പോകാൻ ചാൻസ് ഉണ്ട്. അതല്ല, ഈ ഒരു ലെവൽ ബ്രേക്ക് ഔട്ട് ചെയ്യുകയാണെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്കാണ് വരുന്നുണ്ടെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അതായത് ഈ ലോകൾ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ 2 ഹൈ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. അതിനുശേഷം ഒരു ബ്രേക്ക് ഔട്ട് ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ബ്രേക്ക് ഔട്ടിൽ എൻട്രി എടുക്കാൻ ശ്രമിക്കരുത്. നമ്മൾ 5 മിനിറ്റ് ക്യാൻഡിൽ ബ്രേക്ക് ചെയ്തതിന് ശേഷം, നമ്മൾ ട്രെൻഡ് ലൈൻ ബ്രേക്ക് ചെയ്തതിന് ശേഷം അടുത്തൊരു ക്യാൻഡിലും കൂടി നമ്മൾ വാച്ച് ചെയ്യണം. അടുത്തൊരു ക്യാൻഡിൽ നമ്മൾ മാർക്ക് ചെയ്ത ട്രെൻഡ് ലൈന് മുകളിലോ താഴെയാണെങ്കിൽ ആ ഒരു ലെവൽ ബേസ് ചെയ്തിട്ട് വേണം നമ്മൾ എൻട്രി എടുക്കാനായിട്ട്. അതല്ലെങ്കിൽ നമുക്ക് ഫോൾസ് ബ്രേക്ക് ഔട്ടൊക്കെ വരാൻ ചാൻസ് കൂടുതലാണ്. ഇനി നമുക്ക് അടുത്ത സ്റ്റോക്ക് നോക്കാം. അടുത്ത സ്റ്റോക്ക് UPL ആണ്. അപ്പോൾ UPL നമുക്ക് ഈ ഒരു ഹൈ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ലോ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ അടുത്ത ദിവസം മാർക്കറ്റ് ഈ ഒരു താഴത്തെ ട്രെൻഡ് ലൈനാണ് ബ്രേക്ക് ഔട്ട് ചെയ്യണമെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് കാണിക്കുകയാണെങ്കിൽ ഡൗൺ സൈഡ് വരാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ ഈ ഒരു ലെവൽ സപ്പോർട്ട് എടുത്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ അതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. UPL. അടുത്ത സ്റ്റോക്സ് PFC ആണ്. അപ്പോൾ PFC നമുക്ക് ഈ ലോ തമ്മിൽ കണക്ട് ചെയ്ത് ഒരു ട്രെൻഡ് ലൈൻ മാർക്ക് ചെയ്യാം. അതുപോലെ തന്നെ ഈ ഹൈകൾ തമ്മിൽ കണക്ട് ചെയ്ത് മറ്റൊരു ട്രെൻഡ് ലൈൻ കൂടി മാർക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ട്രെൻഡ് ലൈൻ താഴേക്കാണ് ബ്രേക്ക് ഔട്ട് നടക്കണമെങ്കിൽ വീണ്ടും ഒന്ന് റീടെസ്റ്റ് ചെയ്ത് നോക്കാം. റീടെസ്റ്റ് ചെയ്ത് താഴേക്ക് വരാണെങ്കിൽ നല്ല രീതിയിൽ ഡൗൺ സൈഡ് വരാൻ ചാൻസ് ഉണ്ട്. അതല്ല എങ്കിൽ ഈ ഒരു സ്റ്റോക്സ് ഈ ഒരു സപ്പോർട്ട് എടുത്ത്, ഈ ഒരു ട്രെൻഡ് ലൈൻ സപ്പോർട്ട് എടുത്ത് ഈ ഒരു ട്രെൻഡ് ലൈൻ വരെ പോകാനും ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഒരു 4 സ്റ്റോക്സുകളാണ് നമ്മൾ നാളത്തേക്ക് വേണ്ടി സെലക്ട് ചെയ്തിരിക്കുന്നത്.
ഇന്ന് മെയിനായിട്ട് ന്യൂസ് ഉള്ളത് ലാർസൺ ടർബോയ്ക്കാണ്. അപ്പോൾ ലാർസൺ ടർബോയ്ക്ക് 2500 മുതൽ 5000 കോടിയും മൂല്യമുള്ള മൾട്ടിപ്പിൾ ഓർഡർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ആ ഒരു സ്റ്റോക്സ് കൂടി ഒന്ന് വാച്ച് ചെയ്ത് നോക്കാം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ഈ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലേക്ക് എനിക്കൊന്ന് മെസ്സേജ് ചെയ്താൽ മതി. അതുപോലെ തന്നെ നിങ്ങൾ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഒരുപാട് നല്ല സ്റ്റഡീസ് വീഡിയോസ് ഞാൻ നിങ്ങളുടെ മുന്നിൽ എത്തിക്കാൻ ശ്രമിക്കാം. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി ഞാൻ വീണ്ടും അടുത്ത ദിവസം വരാം. അതുവരെ നന്ദി, നമസ്കാരം.